SFIയിൽ നിന്ന് AISFലേക്ക് ചേർന്ന വിദ്യാർത്ഥിക്ക് SFI നേതാവിന്റെ അസഭ്യവർഷവും ഭീഷണിയും. പുനലൂർ SN കോളേജിൽ SFI യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വിഷ്ണു മനോഹരനാണ് ഭീഷണിയുണ്ടായത്. SFI ജില്ലാ കമ്മിറ്റി അംഗമായ ആരോപണമാണ് ഭീഷണിപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, SFIയുടെ അക്രമ സ്വഭാവത്തെ രൂക്ഷമായി വിമർശിച്ചിരുന്നു AISF. അതിന് പിന്നാലെയാണ് നിരവധി പ്രവർത്തകർ വിവിധയിടങ്ങളിൽ വിവിധ കോളേജുകളിൽ നിന്നായി പാർട്ടി മാറുന്നൊരു സാഹചര്യം ഉണ്ടായേണ്ടി വന്നത്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമാണ് ഇത്തരത്തിൽ ഈ SFI അതുപോലെ തന്നെ AIYFന്റെ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ളൊരു തർക്കം, തമ്മിലടി, ഇതെല്ലാം കൊല്ലത്ത് രൂക്ഷമാകുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം ഈ SFIയെ പറ്റി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ വിമർശനങ്ങൾ നടക്കുന്നതിനിടയിൽ ആ വിമർശിച്ചതിൻ്റെ പിന്നാലെ AIYFിൽ നിന്ന് കുറച്ച് പ്രവർത്തകർ SFIയിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനെ ഒരു വലിയ SFIയുടെ പേജിലടക്കം, കൊല്ലം ജില്ലയുടെ പേജിലടക്കം അവർ ഇത് വാർത്തയാക്കി കാണിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് SFIയിൽ നിന്ന് ഒരു പ്രവർത്തകൻ AIYFിലേക്ക് വരുന്നത്. അത് ഒരു വലിയ ക്ഷീണം SFIക്ക് ഉണ്ടാക്കിയെടുത്തെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ഉണ്ടായിരിക്കുന്നത്. പുനലൂരിലെ SN കോളേജിൽ AIYF യൂണിറ്റ് പ്രസിഡന്റായിരുന്നു വിഷ്ണു മനോഹരനാണ് ഇപ്പോൾ ഭീഷണി വന്നിരിക്കുന്നത്. നേരത്തെ ഇദ്ദേഹം SFIയിലായിരുന്നു പ്രവർത്തിക്കുന്നത്. അതിൽ നിന്നാണ് AIYFിലേക്ക് വരുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി ഉണ്ടാകുന്നത്. കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യവർഷങ്ങൾ പറയുന്നു, അതുപോലെ തന്നെ കൊല്ലും എന്നടക്കമുള്ള പരാതിപ്പെടുന്നു, അതുപോലെ തന്നെ ശരിയാക്കി തരാം എന്നതടക്കമുള്ള വിഷയം, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലെല്ലാം ഭീഷണിപ്പെടുത്തുന്നൊരു നിലയിലേക്കാണ് ഇതുണ്ടായിരിക്കുന്നത്. അതായത് എടുത്തു പറയേണ്ട വിഷയം എന്ന് പറയുന്നത്, ഭരണപക്ഷത്തിരിക്കുന്ന CPMലെ ഇടതുമുന്നണിയിലെ രണ്ട് പ്രബല കക്ഷികളിലെ വിദ്യാർത്ഥി സംഘടനകൾ തന്നെയാണ് ഈ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. അതും ഇടത് പാർട്ടിയിൽപ്പെട്ട രണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തമ്മിൽ ചേരാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇരുവരും തമ്മിലടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ജില്ലയിൽ ഇത് നേരത്തെയും കൊല്ലത്തുണ്ടായിരുന്നു. ഇത്തരത്തിൽ AIYFും SFIയും തമ്മിലുള്ള തമ്മിൽ തർക്കം അതിൻ്റെ കൂടി മറ്റൊരു തലത്തിലേക്ക് മാറുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം മുമ്പാണ് ഇത്തരത്തിൽ AIYFിൽ നിന്ന് ഏതാനും പ്രവർത്തകർ SFIയിലേക്ക് പോയത്. അതിനുശേഷം SFIയിൽ നിന്ന് ഒരു പ്രവർത്തകൻ AIYFിലേക്ക് വരികയും ചെയ്യും. അതും ജില്ലാ നേതൃത്വത്തിൽ തന്നെയുള്ള പ്രവർത്തകരാണ് AIYFിലേക്ക് എത്തിയത്. ഇതാണ് SFIക്ക് ക്ഷീണമുണ്ടാക്കിയത്. അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഭീഷണിയുമായി ഈ പ്രവർത്തകനെതിരെ വന്നിരിക്കുന്നത്. SFIയുടെ തന്നെ ഒരു പ്രവർത്തകനെതിരെ രൂക്ഷമായ ഭാഷയിലാണ്, അല്ലെങ്കിൽ രൂക്ഷമായ രീതിയിൽ ഭീഷണിയാണ് മുഴക്കുന്നത്. മാത്രമല്ല, കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള തെറിയും വിളിക്കുന്നുണ്ട്. പുനലൂരിലെ SN കോളേജിലെ AIYFിന്റെ യൂണിറ്റ് പ്രസിഡന്റിനാണ് ഇത്തരത്തിൽ അസഭ്യം പറഞ്ഞിരിക്കുന്നത്. SFIയുടെ ജില്ലാ കമ്മിറ്റി അംഗമായ ആരോമലാണ് ഇത്തരത്തിൽ ഫോണിലൂടെ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിൽ ഭീഷണി മുഴക്കുകയും അതുപോലെ തന്നെ വധഭീഷണി അടക്കം മുഴക്കുന്നുണ്ടെന്നാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല, അതിലാണ് ഈ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിലുള്ള അസഭ്യ വർഷങ്ങളെല്ലാം പറയുകയും ചെയ്യുന്നത്. ഈ SFIയുടെ തന്നെ അതായത് ഇടതു മുന്നണിയിലെ തന്നെ രണ്ട് പാർട്ടികൾ, അതും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ചേരാത്ത രീതിയിൽ, നമുക്കറിയാം പല സ്ഥലങ്ങളിലും AIYFും SFIയും തമ്മിൽ ചേർച്ചയില്ലാത്ത രീതിയിലാണ് പല ക്യാമ്പസുകളിലും പ്രവർത്തിക്കുന്നത്. അക്രമ രാഷ്ട്രീയങ്ങൾ അല്ലെങ്കിൽ അക്രമങ്ങൾ പരസ്പരം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരത്തെയും ഇതുമായി ബന്ധപ്പെട്ട ഏറ്റുമുട്ടലുകൾ പലപ്പോഴും കൊല്ലത്ത് നടക്കുകയും ചെയ്തിരുന്നു. അതെല്ലാം എടുത്തു പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിൽ AIYFിനെ പണ്ട് ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, മർദ്ദിച്ച ഇന്ന സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചില്ലേ, അതിന് സമാനമായി തന്നെയും മർദ്ദിക്കും എന്നതടക്കമുള്ള ഈ SFIയുടെ നേതാവ് ആരോമൽ എടുത്തു പറയുന്നുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ പലതവണ ഈ SFIയുമായി ബന്ധപ്പെട്ടുള്ള AIYF SFI തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത്. പലതവണ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട്, എന്തായാലും കൊല്ലത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജില്ലയിൽ AIYFും SFIയും തമ്മിലുള്ള തർക്കം മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. അതിലൊരു രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ ഈ SFIയുടെ പ്രവർത്തനങ്ങളെ നേരത്തെ ഈ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വിമർശിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ AIYFിൽ നിന്ന് ഏതാനും പ്രവർത്തകർ SFIയിലേക്ക് പോകുന്നത്. അതിനുശേഷം SFIയിൽ നിന്നുള്ള പ്രവർത്തകർ AIYFിലേക്ക് ചെയ്തു. ഇതെല്ലാമാണ് ഈ തമ്മിൽ തർക്കവും ഈ വഴക്കുമൊക്കെ ഉണ്ടാകാൻ കാര്യം. വളരെയധികം രൂക്ഷമായ ഒരു ഭിന്നത തന്നെയാണ് SFIക്കും AISFനും തമ്മിൽ ഉടലെടുക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.